കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയുള്ളതായ പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 11ാമത്തെ പാഠമാണ്. ബന്ധിച്ച് വിചാരണ ചെയ്തു എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ എഡ്വിൻ ഇന്ന് ഈ ചർച്ചയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു സർ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാന ഒരാഴ്ച ഉള്ളതായ സംഭവങ്ങളെക്കുറിച്ചാണ് നാം ഈ പാഠത്തിൽ കൂടുതലായി പഠിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കുന്നതിന് മുൻപ് നടക്കുന്നതായ 2 സംഭവങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി അത്താഴം കഴിക്കുന്നതും അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് സുഗന്ധവർഗം പൂശുന്നതുമായ ഒരു വലിയ സംഭവം അവിടെ നടക്കുന്നു. ഈ 2 സംഭവത്തോടൊപ്പം കർത്താവായ യേശു ക്രിസ്തു ഗത്സമന തോട്ടത്തിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ഒരു വലിയ പ്രാർത്ഥന. ഈ സംഭവങ്ങളാണ് നാം ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യമാണ്. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. പാസ്റ്റർ എഡ്വിൻ, കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരു സ്ത്രീ വന്ന് സുഗന്ധവർഗം പൂശുകയുണ്ടായി. ആ സ്ത്രീയുടെ പശ്ചാത്തലം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ആ സ്ത്രീ യേശുവിന് സുഗന്ധവർഗം പൂശിയത്? ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് മഗ്ദലേനക്കാരി മരിയാൾ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ തൈലം പൂശുന്ന സംഭവം ഒരു ലാസറു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ വെച്ചാണ് നടക്കുന്നത്. യേശു കർത്താവ് അവൻ്റെ കുഷ്ഠരോഗത്തിലിരുന്ന് ദൈവം അവന് രോഗസൗഖ്യം നൽകിയിരുന്നു. അതിനൊരു നന്ദി അർപ്പിക്കുവാനായിട്ടാണ് ഒരു വിരുന്ന് ഈ വ്യക്തി തൻ്റെ ഭവനത്തിൽ ഒരുക്കുന്നു. അങ്ങനെ വിരുന്ന് ഒരുക്കിയ ആ സ്ഥലത്ത് മാർത്താൾ അങ്ങനെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരിയാൾ അവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ഒരു കാര്യം കാണും. പിന്നെ അവളുടെ മനസ്സിൽ ഒരു കാര്യം ഓടി എത്തിയത്, തൻ്റെ സഹോദരനെ വീണ്ടും മരിച്ചുപോയ തൻ്റെ സഹോദരനെ വീണ്ടും തനിക്ക് ഉയരോടെ എഴുന്നേൽപ്പിച്ച് നൽകിയ ആ കർത്താവിന് എന്തെങ്കിലും നന്ദി അർപ്പിക്കണം എന്ന് അവൾ ആഗ്രഹിച്ചു. അതിനായിട്ടുള്ള ഒരു സമയം അവൾ നോക്കിയിരുന്നു. അതുമാത്രമല്ല, ആ നാളുകളിൽ യേശു കർത്താവ് രാജാ ആകും എന്നുള്ള സംസാരവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും അവളുടെ മനസ്സിലുണ്ട്. കർത്താവിൻ്റെ ഉപദേശവും ചില സമയങ്ങളിൽ അവൾ കേൾക്കുന്നുണ്ട്. കർത്താവിൻ്റെ മരണം അടുക്കുകയാണ് എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾ ചിന്തിച്ചത്, ഏതെങ്കിലും ഒരു സമയം തനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ നന്ദി സൂചകമായിട്ടുള്ള കാര്യം കർത്താവിനോട് കാണിക്കണം എന്ന് ആഗ്രഹിച്ചു. ആ ഒരു അവസരം ഈ സീമോൻ കുഷ്ഠരോഗിയായിരുന്ന സീമോൻ്റെ വീട്ടിൽ രോഗശാന്തി ലഭിച്ചപ്പോൾ നടന്ന ഈ വിരുന്നിൽ വെച്ച് അവൾക്ക് കിട്ടി. അവൾ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ജീവിതകാലം അല്ലെങ്കിൽ 1 വർഷക്കാലം മുഴുവനും അധ്വാനം ചെയ്താൽ മാത്രമേ ഇത്ര വിലയേറിയ ഒരു സുഗന്ധ തൈലം വാങ്ങിക്കുവാൻ ഉള്ള പണം സ്വരൂപിക്കുവാൻ സാധിക്കും. അപ്പോൾ അത്രയും ത്യാഗം ചെയ്ത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിൻ്റെ പാദങ്ങളിൽ തൻ്റെ കണ്ണീർ കൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകുകയും തൻ്റെ തലമുടി കൊണ്ട് തുടക്കുകയും ആ വിലയേറിയ ആ സുഗന്ധ തൈലം കർത്താവിൻ്റെ പാദങ്ങളിൽ പൂശുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവിന് തൻ്റെ നന്ദി ഇങ്ങനെ അവൾ അറിയിക്കുന്നതായി കാണുന്നു. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒട്ടനവധി സംശയങ്ങളും ചോദ്യങ്ങളും നിഗൂഢമായ ചില നീക്കങ്ങളുമൊക്കെ നമുക്ക് ഈ മർക്കോസിൻ്റെ അവസാന കാലഘട്ടത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ ഈ മഗ്ദലക്കാരത്തി മറിയ വന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ ആ തൈലം ഒഴിച്ചപ്പോൾ അതിന് ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഒരു വലിയ സംസാരമുണ്ടായി. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊക്കെ ഉള്ളതായ സംസാരമുണ്ടായി. എന്നാൽ കർത്താവ് പിന്നത്തേതിൽ ഈ ശിഷ്യന്മാരോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്
പറയുകയുണ്ടായി. കർത്താവ് മരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ പുരുഷാരത്തെ അത് പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞതായിട്ടുള്ള സമയത്ത് ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളുവാൻ അവർക്ക് ഭയങ്കര മടിയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനോട് ആ ഒരു ഇതില്ലായിരുന്നു. അതേ സമയത്ത് ശിഷ്യന്മാർ ഇങ്ങനെ അതിനെ സ്വീകരിക്കാൻ മടിയായിരിക്കുന്ന സമയത്ത് പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആരൊക്കെ അങ്ങയെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ അങ്ങയോട് കൂടെ തന്നെ ഇരിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് അവിടെ ശക്തമായി പറയുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും എന്ന്. കർത്താവ് യേശുക്രിസ്തുവിനോട് പത്രോസ് പറയുകയാണ്, ഞാൻ മരിക്കേണ്ടി വന്നാലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല എന്ന്. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, കൃത്യമായിട്ട് കർത്താവ് യേശുക്രിസ്തു എന്തു പറഞ്ഞോ അത് പത്രോസ് അപ്പോസ്തലൻ ചെയ്യുന്നതായിട്ട്. ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിൽ തന്നെ ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുവാൻ സാധിക്കാത്ത വിധം ആ പത്രോസ് അപ്പോസ്തലൻ അവിടെ മടിച്ചു നിൽക്കുന്നതും, അതിന് ശേഷം 3 വട്ടം തള്ളിപ്പറഞ്ഞതിന് ശേഷം കോഴി കൂവുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ആ ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്ന് പറയുന്നത് അവർക്ക് ഒന്നാമതായിട്ട് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. രണ്ടാമതായിട്ട് അത് സംഭവിച്ച സമയത്ത് ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാവരും ക്രിസ്തുവിനെ വിട്ട് ഓടിപ്പോകുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അവരുടെ ചിന്തയും അവരുടെ പ്രതികരണവും എല്ലാം തികച്ചും മാനുഷികമായിരുന്നു. ദൈവാത്മാവ് ആ സമയത്ത് അവരിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ദൈവാത്മാവ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ സാക്ഷാൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് അതൊരു പ്രവചനമാണ്, അത് നിവൃത്തിയാകും, അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് മനസ്സിലാക്കുവാനുള്ളതായ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരിക്കുമായിരുന്നു. പാസ്റ്റർ എഡ്വിൻ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമായുള്ളതായ അന്ത്യ അത്താഴത്തെ എന്തുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? ചുരുക്കി പറയാം. ആക്ച്വലി ഈ ഒരു സംഭവം മിസ്രൈം ദേശത്തിരുന്ന് അടിമത്തത്തിൽ നിന്ന് വിടുതലാകുന്ന സമയത്ത് ആ ഒരു പെസക അവർ ആചരിച്ചിരുന്നു. അതിന് പകരമായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തിരുവത്താഴ ശുശ്രൂഷയെ അവിടെ കർത്താവ് സ്ഥാപിക്കുന്നതായിട്ട് വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പുതിയതായിട്ട് ഒരു ഓർമ്മയെ ന്യൂ മെമ്മോറിയൽ എന്ന് കർത്താവ് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ കർത്തൃമേശ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ശുശ്രൂഷ അവിടെ തുടങ്ങുന്നതായി വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കും. ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതായ ഭാഗത്തിൻ്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ഗത്സമനയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ്. യേശു ക്രിസ്തു എന്താണ് പ്രാർത്ഥിച്ചത്? എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? കർത്താവ് യേശുക്രിസ്തു, അതായത് ഈ അന്ത്യ അത്താഴത്തിന് ശേഷം ശിഷ്യന്മാരും ഒന്നിച്ച് കർത്താവ് യേശുക്രിസ്തു ഗെത്സമനയിലേക്ക് വരുന്നു. ഗെത്സമന എന്ന് പറയുമ്പോൾ ഒലിവ് മലയുടെ മുകൾ ഭാഗത്തുള്ളതായിട്ടുള്ള ഒരു തോട്ടം എന്നാണ് ഗ്രന്ഥകർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഗെത്സമനയിലേക്ക് കടന്നു വന്ന് കർത്താവ് യേശുക്രിസ്തു മറ്റു ശിഷ്യന്മാരെല്ലാം കവാടത്തിൻ്റെ അവിടെ വിട്ടിട്ട് 3 ശിഷ്യന്മാരുമായിട്ട് ഗെത്സമനയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ശിഷ്യന്മാരോട് പറയുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ട് കർത്താവ് യേശുക്രിസ്തു കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നിട്ട് അവിടെ കമന്നു വീണ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഇവിടെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ആദ്യം പറയുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. അപ്പോൾ അതിന് ഉത്തരം ലഭിക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തു വീണ്ടും എടുത്തു പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം എന്ന്. എന്തുകൊണ്ടാണ് ക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗവുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നു. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ന്യായം വിധിച്ച് ഈ ലോകത്തുള്ള സകല പാപങ്ങളും പുത്രനായ ക്രിസ്തുവിൻ്റെ മേലിടുന്നു. അതിനെക്കുറിച്ച് സുവിശേഷകന്മാർ പറയുന്നത്, കണ്ടാൽ ആളാണ് എന്ന് തോന്നാത്ത വിധം വികൃതമായി മാറിയിരിക്കുന്നു ക്രിസ്തു എന്ന്. അപ്പോൾ അത്രത്തോളം ഈ ലോകത്തിൻ്റെ പാപം വഹിച്ചപ്പോൾ ക്രിസ്തു അങ്ങനെ ഒരു രൂപത്തിലായി തീർന്നു. ഇതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നു, അവന് കണ്ടാൽ ആകർഷിക്കത്തക്ക കോമളത്വമൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആയിത്തീർന്നു കർത്താവ് യേശു ക്രിസ്തു. കാരണം നമ്മുടെ പാപങ്ങൾ അത്രത്തോളം കഠിനമായതുകൊണ്ട് ക്രിസ്തു അത്രത്തോളം വികൃതമായി മാറുന്നു. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ ക്രിസ്തു ഈ പാനപാത്രം കുടിച്ചേ മതിയാവൂ എന്ന് ദൈവത്തിൻ്റെ പ്രവചനം
തിരുവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ ക്രിസ്തു ഈ പാപഭാരം താങ്ങുവാൻ കഴിയാത്ത വിധം ആയിരിക്കുന്ന സമയത്ത് ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. അതിനുശേഷം ക്രിസ്തു പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമെന്ന്. അപ്പോൾ ഇവിടെ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ക്രിസ്തുവിന് ഒരു ഉത്തരം ലഭിക്കുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിക്കുന്നില്ല. കാരണം ഇത് ക്രിസ്തു വഹിച്ചെങ്കിൽ മാത്രമേ മാനവകുലത്തിന് രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാസ്റ്റർ മഹേഷ് പറഞ്ഞതായ ഒരു വലിയ കാര്യം, നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നാം സ്വർഗത്തിലേക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് ഉത്തരം ലഭിച്ചില്ല എന്നുള്ളതായ ഒരു ചിന്ത വരും. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഇതുപോലെ ഏറുമ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച്, സുവിശേഷ വേലയെക്കുറിച്ച് ഇങ്ങനെയുള്ളതായ അവസരങ്ങളിൽ ആ ഒരു ഭാരം, അതായത് ഒരു ബേർഡൻ ഇൻ അവർ ഹാർട്ട്, അത് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും യേശു കർത്താവാണ് നമ്മുടെ മാതൃക. ഈ സമയത്തും ഭാരങ്ങൾ ഉണ്ടായപ്പോൾ, ലോകത്തിൻ്റെ പാവഭാരം കർത്താവിന് ഞെരുക്കിയപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കഴിയുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിലിരുന്നാകുന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്നുണ്ട്, നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിലും ദൈവത്തോട് നമ്മളുടെ പ്രാർത്ഥന എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതപ്രകാരം നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പാസ്റ്റർ, ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേട്ടു, അത് അവർ അംഗീകരിച്ചു. അവർ പിന്നത്തേതിൽ ഒരുപക്ഷെ കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചതായ പ്രാർത്ഥനയാണ് അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇന്ന് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. ഈ കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നതായ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? നമ്മൾ മുമ്പേ മനസ്സിലാക്കി, അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ആരൊക്കെ അങ്ങയെ വിട്ടിട്ട് പോയാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. എന്നാൽ ഈ ഗെത്സമനയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് യേശുക്രിസ്തു അവിടെ നിന്ന് ഇറങ്ങുന്നതായിട്ടുള്ള സമയത്ത് അവിടെ മഹാപുരോഹിതന്മാരും അവരുടെ ബാല്യക്കാരും മറ്റ് എല്ലാവരും കൂടെ അവിടെ വരുന്നതായിട്ട്, കർത്താവ് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഏറ്റവും കഠിനമായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. ക്രിസ്തു വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു നാഴിക നേരത്ത് പോലും എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെയും ശിഷ്യന്മാരുടെ ഒരു ക്രിസ്തുവിനോടൊപ്പം ചേരാത്തതായിട്ടുള്ള ഒരു അവസ്ഥ കാണുവാൻ സാധിക്കും. ഇനി മഹാപുരോഹിതനും പുരോഹിതൻ്റെ ചേകവരും അതുപോലെ ബാല്യക്കാരൊക്കെ വന്ന് ക്രിസ്തുവിനെ പിടിക്കുന്ന സമയത്ത് അവിടെ ഒരു കലാപത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. പത്രോസ് അപ്പോസ്തലൻ വാളൂരി അവിടെ മഹാപുരോഹിതൻ്റെ ബാല്യക്കാരനെ വെട്ടുന്നു, അവൻ്റെ കാത് അറ്റുപോകുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ക്ഷണനേരം കൊണ്ട് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ആ സംഭവത്തിൽ ക്രിസ്തു അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ പത്രോസ് അപ്പോസ്തലനും അവിടെ ശിക്ഷ കിട്ടുവാൻ കാരണമായിരിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ക്രിസ്തു ഞൊടിയിടയിൽ അത് മാറ്റി ഇതാക്കി തീർക്കുന്നു. അത് കഴിഞ്ഞ് ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് യൂദ കർത്താവ് യേശുക്രിസ്തുവിനെ ചുംബനത്താൽ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്നു. അതിനുശേഷം മറ്റു ശിഷ്യന്മാരെല്ലാം അവിടെ നിന്ന് ഓടി പലായനം ചെയ്യുന്നു. ഇങ്ങനെയാണ് അവർ ക്രിസ്തുവിനെ തിരസ്കരിച്ചത് അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുന്നത്. കൂടെ നടന്നതായ ഈ ശിഷ്യന് എപ്രകാരമാണ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ തക്കണം സാധിച്ചത്? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 21, 31, 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു അടിമയുടെ വില എന്ന് പറയപ്പെടുന്നത് 30 വെള്ളിക്കാശാണ്. അതേപോലെ സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ എന്നാവശ്യപ്പെടുമ്പോൾ അവർ സഖറിയാവിന് കൊടുത്തത് 30 വെള്ളിക്കാശാണ്. അപ്പോൾ അത് സഖറിയ പറയുന്നത്, ഇത്ര മനോഹരമായ ഒരു വില എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് പരിഹസിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ 30 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ അവർ കണ്ടിരുന്നത് ഒരു അടിമയെ പോലെയാണ് കർത്താവിനെയും അവർ വിലയിരുത്തിയതായിട്ട് നമ്മൾ കാണുന്നത്, ലോകരക്ഷിതാവിനെ. ഗുരുവായ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു.
അത് പ്രവചന നിവൃത്തിയായിരുന്നുവെന്ന് പിന്നത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു മരണത്തിന് തൊട്ട് മുൻപ് അനുഭവിച്ചതായ യാതനകൾ എന്തൊക്കെയായിരുന്നു? കർത്താവ് യേശു ക്രിസ്തു അനുഭവിക്കേണ്ടിയിരുന്നതായ ആ പ്രക്രിയകളിലൂടെയൊക്കെയാണോ യേശു ക്രിസ്തു പോയത്? കർത്താവ് യേശു ക്രിസ്തുവിനെ ഗെത്സമനെ തോട്ടത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തതിന് ശേഷം അന്ന് രാത്രി തന്നെ അവർ സഹീന്ദ്രിയം സംഘത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതൊക്കെയും കർത്താവ് യേശു ക്രിസ്തു നേരിട്ടതായിട്ടുള്ള വിചാരണയും അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നേരെ അവർ ചുമത്തിയതായിട്ടുള്ള കുറ്റങ്ങളൊക്കെയും നിയമവിരുദ്ധമായിരുന്നു. അത് കർത്താവ് യേശു ക്രിസ്തുവിനെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്തതായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ സഹീന്ദ്രൻ സംഘത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ വിചാരണ നടത്തുന്നതായിട്ടുള്ള സമയത്ത് കർത്താവ് യേശു ക്രിസ്തു പലവിധമായിട്ടുള്ള യാതനയിലൂടെ കടന്നു പോകുന്നു. അവർ കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആദ്യം മൗനം ഭജിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവസാനം മഹാപുരോഹിതൻ ചോദിക്കുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു അവിടെ പറയുകയാണ്, അതെ ഞാൻ തന്നെ. ഇനി മനുഷ്യപുത്രൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ തേജസ്സിൻ്റെ വരവിനെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരുന്ന് പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരും എന്ന്. അപ്പോൾ അത് കേൾക്കുന്നതായിട്ടുള്ള സമയത്ത് മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറി അവിടെ പറയുകയാണ്, ഇനി ഇവരെ കൊണ്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. കാരണം രണ്ട് സാക്ഷികൾ ഒത്ത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ രണ്ട് സാക്ഷികളെ കൊണ്ടുവന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെതിരെ ആ സാക്ഷ്യം പറഞ്ഞിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവരുന്നില്ല. അപ്പോഴാണ് മഹാപുരോഹിതൻ ഇങ്ങനെ ഒരു തന്ത്രം പുറപ്പെടുവിക്കുന്നതും. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് കേൾക്കുമ്പോൾ മഹാപുരോഹിതൻ അവിടെ തൻ്റെ വസ്ത്രം വലിച്ചു കീറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി ലേവ്യ പുസ്തക പ്രകാരം മഹാപുരോഹിതൻ വീണ്ടും അവിടെ തെറ്റാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം വലിച്ചു കീറുവാൻ പാടില്ല. ആ തെറ്റ് അവിടെ ചെയ്യുന്നു. പക്ഷേ എന്നിട്ട് സകലത്തിൻ്റെയും മഹാപുരോഹിതനായിരിക്കുന്ന ക്രിസ്തുവിനെ അവർ അതിനുശേഷം കയ്യേറ്റം ചെയ്യുകയും ക്രിസ്തുവിൻ്റെ കണ്ണ് കെട്ടി അടിച്ചിട്ട് ആരെന്ന് പ്രവചിക്കാൻ പറയുന്നു. അതുപോലെ ക്രിസ്തുവിനെ കാർക്കിച്ചു തുപ്പുന്നു, മുഷ്ടി ചുറ്റി ഇടിക്കുന്നു. അതിനുശേഷം പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരുന്നു. അവരൊക്കെയും ഒത്തൊരുമിച്ച് ക്രിസ്തുവിനെ ക്രൂശിക്കുക 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 എന്ന് ആർത്ത് വിളിച്ച് അവസാനം ഈ പീലാത്തോസ് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ആജ്ഞ കൊടുക്കുന്നതായിട്ടൊക്കെയും കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒക്കെയും കർത്താവ് യേശു ക്രിസ്തു വളരെ കഠിനമായിട്ടുള്ള ശോധനകളിലൂടെ, കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രത്യേകിച്ച് മാനസികമായിരിക്കുന്ന ആ യാതനകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു ശാരീരികമായി അനുഭവിച്ചതായ വേദനകൾ ധാരാളമുണ്ട്. ഒപ്പം തൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴുണ്ടായതായ ഒരു വേദന, അത് സ്വാഭാവിക മാനുഷികരായിരിക്കുന്നതായ നമുക്ക് തന്നെ അനുഭവപ്പെടാവുന്നതായ ഒരു വേദനയാണ്. പത്രോസ് അത്തരത്തിൽ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? കർത്താവ് നേരത്തെ പത്രോസിനോട് പറഞ്ഞിരുന്നു, നിൻ്റെ വിശ്വാസം കുറയാതെ വണ്ണം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം സാത്താൻ നിന്നെ ഈ പതിര് പോലെ പാറ്റാനായി ഉദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു അനുഭവം നിനക്ക് ഉണ്ടാകും എന്നുള്ളത് കർത്താവ് നേരത്തെ പത്രോസിനോട് പറഞ്ഞിരുന്ന കർത്താവ് ഇതറിഞ്ഞിരുന്നു. അപ്പോൾ കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ ഈ കോഴി കൂവുന്നതിനെ ആ സംഭവം കൂടെ ഒരുമിച്ചായപ്പോൾ കർത്താവ് പത്രോസിനെ കാണുകയാണ്, പത്രോസ് കർത്താവിനെ കാണുകയാണ്. ആ ഒരു നോട്ടത്തിൽ പത്രോസ് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. തന്നെക്കുറിച്ച്, തൻ്റെ ബലഹീനങ്ങളെക്കുറിച്ച് താൻ അറിഞ്ഞതിനേക്കാളും തൻ്റെ കർത്താവ് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ട് അവൻ യഥാർത്ഥ ഒരു മാനസാന്തരത്തോട് അവൻ കണ്ണുനീർ വാർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യഥാർത്ഥ ഒരു മാനസാന്തരം സംഭവിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നു. ആ മാനസാന്തരം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് നമ്മൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 3 പ്രാവശ്യം കർത്താവ് ചോദിക്കുകയാണ്, ഇവരെല്ലാവരിലും നിന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം 3 പ്രാവശ്യം ചോദിക്കുന്നതായി. കർത്താവ് അങ്ങ് അറിയുന്നു എന്നുള്ള ഒരു മറുപടി, ഞാൻ സ്നേഹിക്കുന്നു, അവസാനം അങ്ങ് അറിയുന്നു എന്ന് പറയുന്നതായിട്ട് കാണുന്നു. കർത്താവിൻ്റെ ആ ഒരു നോട്ടം പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരവും പിന്നീട് നാളുകളിൽ മറ്റ് ദൈവജനത്തിന് ഒരു നേതൃത്വം നൽകുവാനും ഉള്ള രീതിയിൽ പത്രോസ് ഗുണമാകുവാൻ, ആത്മീകമായി ഗുണപ്പെടുവാൻ കർത്താവിൻ്റെ നോട്ടം കാരണമായി തീർന്നു എന്നുള്ളത്
നാം മനസ്സിലാക്കുന്നു. പാസ്റ്റർ, ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ടും യേശു ക്രിസ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവരെ അനുകമ്പപൂർവ്വം നോക്കുകയുമായിരുന്നു ചെയ്തത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് എന്ത് പ്രത്യാശയാണ് നൽകുന്നത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ യാതനയിലൂടെ ഒക്കെയും കടന്നു പോകുന്ന അവസരത്തിൽ കർത്താവ് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന്. പിന്നെ കർത്താവ് യേശുക്രിസ്തു ചിന്തിച്ചു, ക്രിസ്തു ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ മാനവകുലത്തിന് രക്ഷയുള്ളൂ, അവർക്ക് നിത്യജീവനുള്ളൂ, അവർ മരണത്തിൽ നിന്നും അവർക്കൊരു പുനരുത്ഥാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറണമെന്ന്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കുള്ള ആ ഒരു വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവനാണ്. അത് നൽകുന്നതിന് വേണ്ടിയാണ് പുത്രനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതും പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തെ ആ മരണം വരെ ആ അനുസരണമുള്ളവനായിട്ട് ഇരുന്നതും നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നിത്യജീവൻ ഉണ്ടാവും. ആ ഒരു നിത്യജീവനാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമ്മുടെ രക്ഷയ്ക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ഒരു വലിയ ത്യാഗമാണ്. ആ ക്രിസ്തുവിൻ്റെ ആ ത്യാഗത്തിലൂടെയാണ് നമുക്കിന്ന് പ്രത്യാശയുള്ളത്. ഇന്ന് നമ്മോടൊപ്പം പാഠം പഠിച്ചത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഒരു ചുരുക്കമായി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, പുത്രനായ ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ അവസാന നാളുകളിൽ കഴിഞ്ഞു പോയതായിട്ടുള്ള വിചാരണയെക്കുറിച്ചും അതുപോലെ ക്രൂശുമരണത്തെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും ഒക്കെയും ചിന്തിക്കുവാനും അത് അടിയങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രത്യാശയാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവിടെ ഇടയാക്കിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങളോട് കൂടെ ഇരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ പ്രേക്ഷകരോടും അവിടുന്ന് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും എൻ്റെ ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിനായി ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ അതിനായി നിർബന്ധിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.